സെപ്പറേറ്റിസ്റ്റ് ഫെമിനിസം ആണ് ഇനി നോക്കാനുള്ളത് കേട്ടോ. ഓക്കെ, 90 പേജ് നമ്പർ 90 ഇസ് എ ഫോം ഓഫ് റാഡിക്കൽ ഫെമിനിസം ദാറ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ഹെട്രോസെക്സ്വൽ റിലേഷൻഷിപ്പിലെ സ്ത്രീ പുരുഷ ബന്ധം, അതിനാണ് ഹെട്രോസെക്സ് എന്ന് പറയാം. ഓപ്പോസിറ്റ് സെക്സിനോടുള്ള താല്പര്യം. ഹോമോസെക്സ് എന്നറിയില്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ അതിനെ ഇവർ അംഗീകരിക്കണില്ല. ഇറ്റ് പോസ്റ്റ്പോൺസ് ആർഗ്യൂ ദാറ്റ് ദ സെക്സ്വൽ ഡിസ്പാരിറ്റീസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ ആർ അൺസോൾവബിൾ. അല്ലേ, ആണും പെണ്ണും തമ്മിലുള്ള എന്താണ് സെക്സ്വൽ ഡിസ്പാരിറ്റീസ്, ലൈംഗികമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്താക്കണം പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയമാണെന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, the separate feminists generally do not feel that men can make positive contribution to feminist movement. അല്ലേ, ഒരു കാലഘട്ടത്തിലും ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള നന്മ കൊണ്ടുവരാൻ ഒരിക്കലും പുരുഷന് സാധിക്കൂല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതായത് വെൽ ഇൻറ്റൻഷൻഡ് ആയിട്ടുള്ള പുരുഷന് പോലും, അതിന് വേണ്ടി നന്നായിട്ട് ശ്രമിച്ച മനുഷ്യന് പോലും ഈ ഒരു പാട്രിയാർക്കൽ ഡൈനാമിക്സ് ഉണ്ട്. അപ്പോൾ പാട്രിയാർക്കൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഒരു പുരുഷൻ എന്താക്കാൻ പറ്റില്ല, മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല. പിന്നെ ഒരു ഇൻറ്റൻഷൻഡ് ആയിട്ടുള്ള അതിനുവേണ്ടി ശ്രമിക്കണ, അതിനോട് സദ്ദേശത്തോടെ ഇറങ്ങുന്ന ആണാണെങ്കിൽ കൂടി അവനക്ക് സാധിക്കൂല എന്നാണ് പറഞ്ഞത്. ഓക്കെ പിന്നെ റെഡി എന്ന് ഓക്കെ. അപ്പോൾ ഇവർ ശ്രമിക്കുന്ന ഏരിയ ഈ റെവല്യൂഷണറി റിഫോർമേഷൻ ഓഫ് പേഴ്സണൽ ഡൊമസ്റ്റിക് ആൻഡ് ഫാമിലി ലൈഫിലെ വ്യക്തി ജീവിതത്തിൽ, അതോടെ തന്നെ അവരുടെ ഫാമിലി ലൈഫിൽ, അവിടെ കുടുംബജീവിതത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വേണമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. റാഡിക്കൽ ഫെമിനിസം പ്രോണോസ് ദാറ്റ് പേഴ്സൺ, അതായത് വ്യക്തിപരമായ പൊളിറ്റിക്കൽ ഈസ് പേഴ്സണൽ ഈസ് ദി പൊളിറ്റിക്കൽ, വ്യക്തിപരമായ പ്രശ്നം പോലും രാഷ്ട്രീയമാണ് എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് സാമൂഹികവും പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസ് വേണം, സാമൂഹികവും രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ വേണം. അങ്ങനെ ഒരു മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇൻ ഓർഡർ ടു ഓവർത്രോ ദ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ഓഫ് ഇനീക്വാലിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ. അല്ലേ, അപ്പോൾ ആണും പെണ്ണും തമ്മിലുള്ള അസമത്വത്തെ ആ ഒരു ഘടന മാറ്റിമറിക്കണമെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പോരാ, രാഷ്ട്രീയപരമായിട്ടും അതോടൊപ്പം തന്നെ സാമൂഹികപരമായിട്ടുമുള്ള സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുള്ളൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഓക്കെ, പിന്നെ റാഡിക്കൽ ഫെമിനിസം കൺസിഡേഴ്സ് ദ മെയിൽ കൺട്രോൾഡ് ക്യാപിറ്റലിസ്റ്റ് പിരമിഡ് വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് സക്സിസ്റ്റ് ആസ് ദി ക്രൂഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് വുമൺ ഹാരാസ്മെൻറ്റ്. അല്ലേ, അപ്പോൾ ആണുങ്ങളുടെ കൺട്രോളിലുള്ള ഈ ഒരു മുതലാളിത്തപരമായിട്ടുള്ള ഈ ഒരു ശ്രേണി, അപ്പോൾ ആണുങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആണധികാരത്തിൻ്റെ പുറത്തുള്ള ഈ ഒരു സ്ട്രക്ചർ, അതായത് പുരുഷൻ മേലെ സ്ത്രീ അടിയിലുള്ള ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ സ്ട്രക്ചറാണ് മെയിൽ കൺട്രോൾഡ് ക്യാപിറ്റലിസ്റ്റ് പിരമിഡ്. മെയിൽ കൺട്രോൾ ചെയ്യുന്ന മുതലാളിത്ത സമീപനമുള്ള പിരമിഡ്, ഈ ഒരു പിരമിഡ് അറിയില്ലത്, അതിൽ ആണുങ്ങൾ മേലുണ്ട്. അതാണ് എല്ലാ സെക്സ്വൽ ഹാരാസ്മെൻറ്റിൻ്റെയും ലൈംഗികമായിട്ടുള്ള പീഡനത്തിൻ്റെയൊക്കെ കാരണം എന്താണ്, ഈ ഒരു സംഭവമാണ്. ഓക്കെ, വുമൺ ക്യാൻ ഫ്രീലി ദംസെൽവ്സ് when they have done away with what they consider an innately oppressive and dominating patriarchal system. അല്ലേ, അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഫ്രീ ആവണമെങ്കിൽ, പെണ്ണുങ്ങൾ ഇത്രയും കാലം എന്താണോ ഇന്നേറ്റ്ലി ഒപ്രസീവ്, പെണ്ണുങ്ങൾ എന്താണോ ഒപ്രസീവ്, അല്ലെങ്കിൽ പെണ്ണ് ഏത് അർത്ഥത്തിലാണ് പെണ്ണുങ്ങൾ അടിച്ചമർത്തപ്പെടുന്നത്, അതോടെ തന്നെ പാട്രിയാർക്കൽ സിസ്റ്റം എങ്ങനെയാണ് ഡൊമിനേഷൻ നടത്തുന്നത്, അതിനൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിനെതിരെ സ്ത്രീകൾ തന്നെ മുന്നിറങ്ങിയാൽ മാത്രമേ സ്ത്രീകൾക്ക് എന്തുണ്ടാവുള്ളൂ, സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, റാഡിക്കൽ ഫെമിനിസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഈസ് മെയിൽ ഡൊമിനേറ്റിംഗ് സൊസൈറ്റി ആൻഡ് പവർ സ്ട്രക്ചർ ആൻഡ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സബ്ജേഷൻ ആൻഡ് ഇനിക്വാലിറ്റി. അല്ലേ, ഈ ആണുങ്ങളുടെ വരുന്നത് ആണിൻ്റെ അധികാരമുള്ള മേധാവിത്വമുള്ള സമൂഹം, അതോടൊപ്പം തന്നെ പവർ സ്ട്രക്ചർ, അധികാര ഘടന, ഈ ഒരു ഘടന ഉള്ളത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, സ്ത്രീകൾ
പിന്നെ ഇനീക്വാളിറ്റി അനുഭവിക്കുന്നത്. അപ്പോൾ ആണിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു പിന്നെ അധികാര ഘടനയാണ്, ആണിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു 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 എന്താണ് ഒരു സമൂഹമാണ്, ആണിന് അധികാരമുള്ള സമൂഹമാണ്. ഈ സമൂഹം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇനീക്വാളിറ്റി ഉള്ളത്. ഓക്കെ, വർക്ക് പ്ലേസിലായാലും എവിടെ ആണെങ്കിലൊക്കെ സിസ്റ്റം ഇസ് വാല്യൂസ് ആൻഡ് ഇൻ പ്ലേസ് സൊസൈറ്റി വിൽ നോട്ട് ബി റിഫോംഡ് അല്ലേ. ഇതിനൊരു വാല്യൂ കൊടുക്കാതെ, ഇതിന് മൂല്യം കൊടുക്കാതെ പിന്നെ സമൂഹത്തിന് എന്താവില്ല റിഫോർമേഷൻ, ഒരു 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 പിന്നെ എന്താ മാറ്റം സാധ്യമാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, some radical feminists visualize that there is no alternatives other than total displacing and modernization of society in order to realize their goal അല്ലേ. അപ്പോൾ റാഡിക്കൽ ഫെമിനിസ്റ്റിൽ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അൾട്ടർനേറ്റീവും ഇല്ല, ഒറ്റ പരിഹാരമുള്ളൂ. എന്താണ് അൾട്ടർനേറ്റീവ്? ഒറ്റ ഉള്ളൂ. എന്താണ്? ഡിസ്പ്ലേസിങ് ആൻഡ് മോഡേണൈസേഷൻ ഓഫ് സൊസൈറ്റി. സമൂഹത്തെ എന്താക്കുക, ഒരുപാട് മാറ്റങ്ങൾ വരുത്തുക, അതോടൊപ്പം തന്നെ ആധുനികവൽക്കരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യങ്ങൾ നേടാൻ കഴിയൂ. വേറൊരു പരിഹാരമാർഗവും ഇല്ലെന്നാണ് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ. അപ്പോൾ എന്താണ് പരിഹാരമാർഗം? ഒന്ന്, ഡിസ്പ്ലേസിങ് ആൻഡ് മോഡേണൈസേഷൻ ഓഫ് സൊസൈറ്റി, ടോട്ടൽ ഡിസ്പ്ലേസ്, പൂർണ്ണാർത്ഥത്തിൽ മാറ്റം വരുത്തുക, അതോടൊപ്പം തന്നെ മോഡേണൈസേഷൻ, പിന്നെ ആധുനികവൽക്കരണം. ഓക്കെ, റാഡിക്കൽ ഫെമിനിസം ഈസ് എ ഫിലോസഫി എംഫസൈസിങ് ദ പാട്രിയാർക്കൽ റൂട്ട്സ് ഓഫ് ഇനീക്വാലിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ, മോർ ഫിസിക്കലി ദ സോഷ്യൽ ഡൊമിനേഷൻ ഓഫ് വുമൺ ബൈ മെൻ അല്ലേ. ഇവർ കാര്യമായിട്ട് എന്താണ് എംഫസൈസ് ചെയ്യുന്നത്? എന്താണ്? ആണുങ്ങളും പെണ്ണും തമ്മിലുള്ള ഇനീക്വാളിറ്റി എന്താണ് പാട്രിയാർക്കൽ റൂട്ട്സിലൂടെയാണ്. ആണ് അധികാരത്തിൽ വേരൂന്നിയ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് പിന്നെ ആണും പെണ്ണും തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ രംഗത്തും, സാമ്പത്തിക എല്ലാ രംഗത്തുള്ള അസമത്വമുണ്ട്. ആ അസമത്വത്തെയാണ് അവർ അഡ്രസ്സ് ചെയ്യുന്ന ഇഷ്യൂ. അതായത് ആണുങ്ങൾക്ക് പെണ്ണിനേക്കാൾ അധികാരം ലഭിക്കുന്നു, മേധാവിത്വം, ഡൊമിനേഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ് അവിടെ ചോദ്യം. റാഡിക്കൽ ഫെമിനിസം വ്യൂസ് പാട്രിയാർക്കി ആസ് എ ഡിവൈഡിങ് സോഷ്യൽ റൈറ്റ്സ്, പ്രിവിലേജ് ആൻഡ് പവർ പ്രിലിമിനറി ലോങ് ദി ലൈൻസ് ഓഫ് സെക്സ് ആൻഡ് വുമൺ ആൻഡ് പ്രിവിലേജിങ് മെൻ അല്ലേ. അപ്പോൾ എന്താണ് സമൂഹത്തിൽ ഇവിടെ നിലനിൽക്കുന്നത്? എന്താണ് വിഭജനം നടക്കുന്നു. സാമൂഹികമായിട്ടുള്ള റൈറ്റ്സിന്, അവകാശങ്ങളുടെ വിഷയത്തിൽ, പ്രിവിലേജിൻ്റെ വിഷയത്തിൽ, പവർ അധികാരം കൊടുക്കുന്ന വിഷയത്തിലൊക്കെ ഒരു വിഭജനം നടക്കുന്നു ആണിനെയും പെണ്ണിനെയും. അങ്ങനെ വിഭജനത്തിലൂടെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അടിച്ചമർത്തപ്പെട്ട സ്ത്രീയും പ്രിവിലേജ് അനുഭവിക്കുന്ന ഒരു പുരുഷൻ. അപ്പോൾ സമൂഹത്തിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ പ്രത്യേക പ്രിവിലേജിൻ്റെ വിഷയമാവട്ടെ, അവകാശങ്ങളുടെ വിഷയമാവട്ടെ, പവറിൻ്റെ വിഷയം, അവർക്ക് ഒരു വിവേചനം നടക്കുന്നു. ആ വിവേചനത്തിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അധികാരമുള്ള പുരുഷനും അടിച്ചമർത്തൽ അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീയും എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. റാഡിക്കൽ ഫെമിനിസം ഓപ്പോസസ് എക്സൈറ്റിംഗ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ ഇൻ ജനറൽ ബിക്കോസ് ഇറ്റ്സ് ഇൻഹെറിറ്റ്ലി ടയേർഡ് ടു പാട്രിയാർക്കി അല്ലേ. നിലനിൽക്കുന്ന രാഷ്ട്രീയവും നിലനിൽക്കുന്ന സാമൂഹികവുമായിട്ടുള്ള ഒരു സംവിധാനത്തെ അവരെല്ലാ അർത്ഥത്തിലും ഓപ്പോസ് ചെയ്യുന്നു. കാരണം ഇത് പാട്രിയാർക്കി. അപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം, നിലനിൽക്കുന്ന സാമൂഹിക സാഹചര്യത്തെ പൂർണ്ണാർത്ഥത്തിൽ അവർ എതിർക്കാൻ കാരണം എന്താണ്? അത് പുരുഷ മേധാവിത്വമുള്ളതാണ്. ഇപ്പോൾ സാമൂഹിക രാഷ്ട്രീയ എല്ലാ വിഷയത്തിലും അങ്ങനെ ഉണ്ട്, അതൊക്കെ ഒരു ഫാക്റ്റ് തന്നെയാണ്. ഓക്കെ, ദസ് റാഡിക്കൽ ഫെമിനിസ്റ്റ് ടെൻഡ് ടു accept the political action within the current system and instead tend to focus on culture change that determines patriarchy and associated hierarchy structure അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സാംസ്കാരികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ പാട്രിയാർക്കിയെയും ഹെയറാർക്കി സ്ട്രക്ചറിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന, ഇപ്പോൾ സ്ത്രീ മേലെ പുരുഷനായ ശ്രേണി, പുരുഷ മേധാവി സമീപനങ്ങൾ ഇല്ലാതെ ചെയ്യുന്ന ഒരു കൾച്ചറൽ ചേഞ്ച്, സാംസ്കാരികമായിട്ടുള്ള മാറ്റം വേണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അതിൽ പറയുന്നത് നെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് മേക്സ് ഇറ്റ് റാഡിക്കൽ. ഇതിനെന്താണ് റാഡിക്കൽ എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് റാഡിക്കലായത്. ഗെറ്റ് ഇൻ ടു ദി റൂട്ട് അല്ലേ. അവർ അതിൻ്റെ എന്താണ് ബേസിലേക്കാണ് അവർ പോകുന്നത്. മറ്റ് ഫെമിനിസ്റ്റുകളെക്കാളും ഇതിനൊക്കെ ബേസിലേക്കാണ് അവർ പോകുന്നത്. റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാട്രിയാർക്കി എല്ലാ അർത്ഥത്തിലും അവർ എതിർക്കുന്നു. പാട്രിയാർക്കി എതിർക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് പരിഹാരം. അല്ലാതെ നിലവിലുള്ള സിസ്റ്റത്തിൽ എന്തെങ്കിലും ലീഗലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട്
ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. ഇപ്പോൾ നിലവിലൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ ഇപ്പോൾ പിന്നെ എന്താണ് 20 സീറ്റ് ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗിന് ഒരു 5 സീറ്റ് സ്ത്രീകളെ നിർത്തി ഒരു ലീഗൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, മറിച്ച് മാറ്റം വേണ്ടതാണ്. പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു മാറ്റങ്ങൾ ആവശ്യമുണ്ട്. സ്ട്രക്ചർ തന്നെ പിന്നെ മാറ്റിയിട്ടുള്ള ഒരു പുരുഷ മേധാവിത്വ സിസ്റ്റം ആയതുകൊണ്ട് അത് പൂർണ്ണാർത്ഥത്തിൽ മാറണമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഫെമിനിസ്റ്റ് ആൾസോ റെഡ്യൂസിങ് ഓപ്പറേഷൻ ടു ആൻ എക്കണോമിക് ഒരു ക്ലാസ് ഇഷ്യൂ അല്ലേ. ഇത് സ്ത്രീകൾ പിന്നെ ചെറിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുള്ളൂ, അത് ഏതെങ്കിലും പിന്നെ ക്ലാസ് ഇഷ്യൂ അല്ലെങ്കിൽ അവിടെ പിന്നെ എക്കണോമിക്കലായിട്ടുള്ള ഇഷ്യൂ അല്ലെങ്കിൽ അവിടെ ഒരു പിന്നെ വർഗപരമായിട്ടുള്ള ഇഷ്യൂ എന്നതിൽ മാത്രം ചുരുക്കാതെ അതിനൊരു വിശാലമായിട്ട് എല്ലാ മേഖലയിലും അവർ പീഡനം അനുഭവിക്കുന്നുണ്ട്, അടിച്ചമർത്തൽ അനുഭവിക്കുന്നുണ്ട് എന്നതിൽ. അപ്പോൾ മാർക്സിസ്റ്റൊക്കെ മാർക്സിസം എന്താ പറയുന്നത്, അത് ഒരു പിന്നെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞല്ലോ, ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിഷയം അല്ല, എക്കണോമിക്കൽ വിഷയം മാത്രമാണ്. പക്ഷെ അവർ പറയുന്നത് അങ്ങനെയല്ല, പൂർണ്ണാർത്ഥത്തിലുള്ള മാറ്റങ്ങൾ വേണം, അതിൽ മാത്രം ഒതുക്കാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇതിൽ പറയുന്നത് റാഡിക്കൽ ഫെമിനിസം പുരുഷ മേധാവിത്വത്തെയാണ് എതിർക്കുന്നത്, അല്ലാതെ മേനല്ല, ആണുങ്ങളെ അല്ല എതിർക്കുന്നത്, ആണുങ്ങളുടെ മേധാവിത്വത്തെയാണ് എതിർക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും.